അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരയിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാകേതത്തിൻ്റെ അക്ഷര പബ്ലിഷ് ചെയ്ത ഗൈഡാണ് നിങ്ങൾ കാണുന്നത്. സാകേതം അംഗം 3 എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അംഗം 1, 2 നമ്മൾ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അംഗം 3 മുമ്പുള്ള പശ്ചാത്തലം നോക്കിയാൽ രാമനെ രാജാവാക്കാനുള്ള ദശരഥൻ്റെ ഗൂഢശ്രമങ്ങൾ, അത് ഗൂഢശ്രമങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തെന്നാൽ ഇത് ആരോടും ആലോചിക്കാതെ വളരെ വേഗത്തിൽ ഭരതൻ പോലും കൊട്ടാരത്തിൽ ഇല്ലാത്ത തക്കം നോക്കി വളരെ ആസൂത്രിതമായി ചെയ്ത ഒന്നാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. അക്കൂട്ടത്തിലാണ് പിന്നെ കൈകേയി തൻ്റെ രാജ്യശുൽക്ക വ്യവസ്ഥയൊക്കെ ഉന്നയിച്ച് അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിന് കാരണക്കാരി ആരെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല, മന്ദരയാണ്. മന്ദര എന്താ അങ്ങനെ പറയുന്നത്? മന്ദരയുടെ ഇടപെടൽ എങ്ങനെയാണ് സ്വാധീന ശക്തിയായി മാറിയതെന്ന് ചോദിച്ചാൽ, മന്ദര കൈകേയിയുടെ വളർത്തമ്മയാണ്. അശ്വതി മന്നൻ കൈകേയിയുടെ അമ്മയെ ഉപേക്ഷിച്ച ശേഷം പിന്നീട് കാര്യങ്ങളെല്ലാം നോക്കുകയും ഒക്കെ ചെയ്ത ജ്ഞാതിദാസി മന്ദരയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മന്ദരയ്ക്ക് ഇതിനകത്ത് കൈകേയിയെ സ്വാധീനിക്കുന്നതിൽ പ്രയാസമൊന്നും ഉണ്ടായില്ല. കൈകേയി സ്വാധീനത്തിന് വഴങ്ങാൻ കൈകേയിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചിന്താഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. രാമനെ മാറ്റി ഭരതനെ ഉൾപ്പെടുത്തണമെന്നോ രാജ്യശുൽക്ക വ്യവസ്ഥ ഉന്നയിക്കണമെന്നോ അവർ ചിന്തിച്ചതുപോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് അത്തരം ഒരു ചിന്താഗതിയിലേക്ക് അവർ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മന്ദരയുടെ ബുദ്ധിശക്തി കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും, ആസൂത്രിത നീക്കങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്താ അങ്ങനെ പറയുന്നതെന്നറിയാമോ? ഈ മന്ദര കൈകേയിയോട് സംസാരിച്ചപ്പോൾ അത് അവരെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ ആണ് ആദ്യം പറഞ്ഞു തുടങ്ങിയെങ്കിലും അതൊക്കെ അവർ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കൈകേയി പറയുന്നുണ്ട്, രാമൻ എനിക്ക് മകനെ പോലെയാണ്, അവൻ എന്നെ അമ്മയെ പോലെയാണ് കരുതുന്നത്, അതുകൊണ്ട് രാമൻ രാജാവാകുന്നത് തനിക്കൊന്നും സംഭവിക്കില്ലെന്ന നിസ്സാരത്വം അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണ് മന്ദരയുടെ ബുദ്ധി പ്രവർത്തിച്ചത്. മന്ദര പറഞ്ഞുകൊണ്ട് എത്തിച്ചത്, ഭരതൻ പരമ്പരയിൽ നിന്ന് പുറത്താകും, നിൻ്റെ മകൻ രാമൻ്റെ ദാസനാകേണ്ടി വരും, പരിചാരകനാകേണ്ടി വരും, അവന് ഇനി ഒരു കാരണവശാലും രാജകീയ പദവിയിലേക്ക് തിരികെ വരാൻ പറ്റില്ലെന്ന ഒരു ഭീതിജനകമായ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി. സത്യം പറഞ്ഞാൽ അവിടെയാണ് കൈകേയിൽ മാനസാന്തരത്തിന് വഴിവെക്കുന്നത്. അവർ പൊട്ടിക്കരഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ പൊട്ടിക്കരഞ്ഞ ശേഷം അവർ പറയുന്നുണ്ട്, ഞാൻ കേകയത്തിൽ കുരുത്ത നഞ്ചുമരമാണ്, അത് ഇടിവാളാൽ പൊട്ടിച്ചു തരട്ടെ എന്നൊക്കെ പറയുന്നതൊക്കെ ആ സന്ദർഭത്തിന് ചേർന്ന കാര്യത്തിലാണ്. തുടർന്ന് നമ്മൾ കാണുന്ന അംഗം 3 കാണുന്നത്, വളരെ വേഗത്തിൽ അംഗം 3 കാണുന്നത് അയോധ്യയുടെ കണ്ണീരാണെന്ന് പറഞ്ഞാണ് അംഗം 3 ആരംഭിക്കുന്നത്. അവിടുത്തെ പെരുമ്പറകൾ, അയോധ്യയിലെ പെരുമ്പറകൾ നിശബ്ദമായി, ജനം തെരുവീതിയിൽ നിഴൽ പോലെ പതിച്ച്. സത്യത്തിൽ ജനത ഇന്നലെ നേരം വെളുക്കുവോളം, രാത്രി മുഴുവോളം, നേരം പുലരുവോളം അവർ രാമൻ്റെ പട്ടാഭിഷേക ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. നേരം പുലർന്നപ്പോൾ അയോധ്യയിലെ കൊട്ടാര വിപ്ലവത്തിൻ്റെ ഫലമായി വന്ന മാറ്റം, ഭരതനെ രാജാവാക്കാനും രാമന് 14 വർഷത്തെ വനവാസവും വിധിച്ചുകൊണ്ടാണ് ആ പുലരി കടന്നു വരുന്നത്. കാര്യങ്ങളറിയാതെ അയോധ്യയിലെ ജനങ്ങൾ കണ്ണീർ വാർക്കുന്നിടത്തുമെന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പരശുരാമനെ പോലും കുമ്പിടി വെച്ച കുട്ടിയാണ് രാമൻ. ആ രാമൻ ഇതിനെ എങ്ങനെയാണ് നേരിടുക എന്ന് പറഞ്ഞാൽ, നേരെ പുലരുമ്പോൾ അയോധ്യയുടെ രാജാവാകേണ്ട ഒരാളോട് 14 വർഷത്തെ വനവാസം സ്വീകരിക്കാൻ ഒരു പിതാവിന് ആവശ്യപ്പെടേണ്ടി വരിക, അത് ആ മകൻ അംഗീകരിക്കുക. ആ പിതാവിൻ്റെ വാക്കിന് ബലം നൽകുന്ന ഒരു മകൻ എന്ന് നമുക്ക് അതിനെ കണക്കാക്കാം. എന്നാൽ അതേ സ്ഥാനത്ത് രാമൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വേദന എന്ന് വെച്ചാൽ, അന്ന് രാജഭഗ്നിയായി അലങ്കരിക്കേണ്ട സീതയുടെ അവസ്ഥയെക്കുറിച്ച്. ആ പെൺകുട്ടി ഇത്രയും ക്രൂരമായ ഒരു വിധിക്ക് ഇരയാകുകയാണ്. രാമന് വനവാസവും വിധിച്ചിരിക്കുന്നു, രാജ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരം ഘട്ടത്തിൽ സീതയെ എങ്ങനെ നേരിടുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയാസം. നമ്മളും അത് കാത്തിരിക്കുന്നുണ്ടാകും. പക്ഷേ പറഞ്ഞെന്താണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സീതയോട് രാമൻ പറഞ്ഞത് അതായത് എന്ത് പറയണമെന്നറിയില്ല, പക്ഷെ ഒറ്റ വാക്കിൽ അത് അവസാനിപ്പിച്ചു, താൻ അയോധ്യയ്ക്ക് വേണ്ടി മാപ്പിരക്കുന്നു. അതിനപ്പുറത്തൊന്നും പറയാനില്ല, അതിനകത്തെല്ലാം ഉണ്ട്. ഞാൻ അയോധ്യയ്ക്ക് വേണ്ടി അങ്ങയോട് മാപ്പിരക്കുന്നു എന്നാണ് രാമൻ സീതയോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ധരിക്കും സീതയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നമ്മളെല്ലാം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നിർഭാഗ്യം തൻ്റെ ഭാഗ്യമാണെന്ന് കരുതുന്നതാണ് അവർ. കാരണം അവർക്ക് ഇതൊരു ഭാഗ്യക്കേടായിട്ടൊന്നും തോന്നിയില്ല. എന്താ അവർ പറഞ്ഞത്? ആര്യപുത്രൻ ഇവൾക്ക് ഏത് സാമ്രാജ്യത്തെക്കാളും വലുതാണ്. കേട്ടോ, ഉത്തമമായ ഒരു ഭാര്യയ്ക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ആര്യപുത്രൻ ഇവർക്ക് അങ്ങാണ് ഏത് സാമ്രാജ്യത്തെക്കാളും വലുത്. തീർന്നില്ല, ഈ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അങ്ങയ്ക്ക് കിരീടത്തിൻ്റെ അലങ്കാരം എന്തിനാണ്? പരശുരാമനെ കുമ്പിടിച്ച വീരകുമാരൻ കിരീടങ്ങൾക്ക് തന്നെ അലങ്കാരമാകും. അങ്ങയുടെ വൈഭവം അയോധ്യയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട. മാത്രവുമല്ല, കുടയും തേരുമില്ലാതെ ആര്യപുത്രനെ എനിക്ക് മാത്രമായി കിട്ടുന്ന ഈ
സന്ദർഭത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നുണ്ട്. കണ്ടോ എത്ര മനോഹരമായ ആ സീൻ കടന്നു പോകുന്നു നോക്കുക. വളരെയധികം സമ്മർദ്ദം കടന്നു വരാവുന്ന ഒരു സീനാണ്. പക്ഷേ ആ സന്ദർഭത്തെ ഉത്തമയായ കുടുംബിനി എന്നാൽ ഭാര്യ എന്ന നിലയിൽ രാമനോട് സഹകരിച്ചു നിന്നുകൊണ്ട് തനിക്ക് അധികാരം ഇല്ലാത്ത രാമനെ തന്നെയാണ് പ്രിയങ്കരനായി കാണാൻ കഴിയുക. അധികാരത്തിൽ അവൾക്കും വലിയ വിരക്തി തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഇതിൽ സന്തോഷിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. പിന്നെയോ അയോധ്യയുടെ യശസ്സാണ് തനിക്ക് പ്രധാനമെന്നും ദുര്യശസ്സാണ്ട രാജ്യലക്ഷ്മിയെ വരിക്കലല്ല എന്നാണ് രാമൻ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, രാമൻ തുടർന്ന് പറയുന്നു, അയോധ്യയും ഈ പൃഥ്വിയും തന്നെ കീഴടക്കാനുള്ള അസ്ത്രങ്ങൾ ഇപ്പോഴും എൻ്റെ ആവനാഴിയിലുണ്ട്. എന്നെ അഭിഷേകം കഴിക്കാൻ ഞാൻ തന്നെ മതിയാകും, പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പരിപക്വമായിട്ടുള്ള, എത്ര പാകമുള്ള, എത്ര ഗംഭീരമായ വാക്കുകളും വചനങ്ങൾ വന്ന് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞാൽ, അയോധ്യയും ഈ പൃഥ്വി തന്നെയും കീഴടക്കാനുള്ള അസ്ത്രങ്ങൾ ഇപ്പോഴും എൻ്റെ ആവനാഴിയിലുണ്ട്. എന്നെ അഭിഷേകം കഴിക്കാൻ ഞാൻ തന്നെ മതിയാകും, ഞാനത് ആഗ്രഹിക്കുന്നു. അത് എത്ര ധീരവും വീരവുമാണെന്ന് കൂടെ കണക്കാക്കാം. എനിക്ക് കാട് മതി, അരുവികൾ ചിരിച്ചും പൂമരങ്ങൾ സൽക്കരിച്ചും ശൈലങ്ങൾ അതായത് പർവ്വതങ്ങൾ ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചും സിംഹങ്ങൾ എൻ്റെ സാന്നിധ്യം അറിയിച്ചും പ്രകൃതി എനിക്കായി ഒരുക്കുന്ന പള്ളിയറയിൽ ഉഷസ്സും മൂവന്തിയും വിളക്കേന്തി തനിക്ക് കാവൽ നിൽക്കും. പക്ഷേ എനിക്കൊരു വ്യഥയേ ഉള്ളൂ. വ്യഥ എന്താണ്? സങ്കടം എന്താണ്? അവിടെ ഞാൻ തനിച്ചായി. കാരണം രാമൻ വനവാസം തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നുന്നത് ഭാര്യയെയും മറ്റ് സഹോദരങ്ങളെയും അയോധ്യയെയും അധികാരത്തെയും എല്ലാം ഒഴിഞ്ഞുള്ള പോക്കാണല്ലോ. ഒരു വ്യഥയേ ഉള്ളൂ, അവിടെ ഞാൻ തനിച്ചായി. തീർച്ചയായിട്ടും അതിന് മറുപടിയായിട്ട് സീത പറഞ്ഞത്, ഉഴവുചാലിൽ ജനിച്ച തനിക്ക് കാടാണ് വിധിച്ചതെന്ന് ബ്രഹ്മജ്ഞന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉഴവുചാലിൽ പിറന്നവൾക്ക് ഒരുപക്ഷെ മണിയറയേക്കാൾ പ്രിയങ്കരം കാട്ടരുവിയുടെ സംഗീതമായിരിക്കും എന്ന മറുപടി ശ്രദ്ധേയമാണെന്ന് മാത്രമല്ല, താനും ഒപ്പമുണ്ടെന്ന് പറഞ്ഞു വയ്ക്കാൻ അവർ മടിക്കുന്നുമില്ല. തുടർന്ന് ആര്യപുത്രൻ തൻ്റെ രക്ഷയ്ക്കുള്ളപ്പോൾ സീതയ്ക്ക് കാട് കൊട്ടാര സമാനമാണ്. അരയന്നങ്ങൾ ഇളകിമറിയുന്ന താമരപ്പൊയ്യകൾ, അരുവിയുടെ സങ്കീർത്തനങ്ങൾ, തനിക്കതെല്ലാം സ്വർഗമായിരിക്കുമെന്ന് പറഞ്ഞ് രാമന് പൂർണ്ണമായി തണലേകുകയാണ് ആ ഭാര്യ. എന്നിട്ട് പറയുന്നു, കാനനത്തിൻ്റെ തണലിൽ ഇളം പുൽത്തറകൾ വിരിക്കുന്ന മെത്തയിൽ അങ്ങയുടെ അരികിൽ അങ്ങയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ആകാശം ഒരു മണിക്കുഞ്ഞിനെ പോലെ എത്തി നോക്കും. കണ്ടോ, ഇനി കൈവരിക്കാനിരിക്കുന്ന ജീവിതത്തെ ആഹ്ലാദത്തോടെ സമീപിക്കുന്ന ഒരു ഉത്തമയായ കുടുംബിനിയുടെ വാക്കുകളാണ്. ആകാശം ഒരു മണിക്കുഞ്ഞിനെ പോലെ എത്തി നോക്കും, കാലമാറ്റങ്ങൾ അങ്ങേക്ക് പൂവും കായും കാഴ്ചവെക്കുമ്പോൾ ഈയുള്ളവൽ അതിൽ ആനന്ദിക്കും. അന്ന് പേടമാൻ കൂട്ടങ്ങൾ അങ്ങയുടെ വിഷാദം മാറിയെന്ന് അറിയിക്കും. കണ്ടോ, വനവാസം തിരഞ്ഞെടുത്തതിൽ പ്രിയൻ ആത്മവിശ്വാസം പകരുന്നതാണ് സീതയുടെ നിലപാടുകളെന്ന് വ്യക്തമാണ്. അത്ര മനോഹരമായ ആ രംഗം കടന്നുപോയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ സത്യത്തിൽ ഈ ദശരഥ നിലപാടിനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ. ലക്ഷ്മണൻ അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഞാനിവിടെ നിൽക്കുന്നത് അയോധ്യയ്ക്ക് ആപത്താണെന്ന് പറഞ്ഞാണ് ലക്ഷ്മണൻ്റെ വരവ്. അദ്ദേഹം പറഞ്ഞു, കൊടിയ അഗ്രജഭക്തനായ ലക്ഷ്മണന് ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ സഹോദരന് കിരീടം നഷ്ടപ്പെട്ട കൊട്ടാര വിപ്ലവത്തെ അയാൾ അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, ഞാനിവിടെ നിൽക്കുന്നത് അയോധ്യയ്ക്ക് ആപത്താണെന്ന് പറഞ്ഞ് തൻ്റെ നിലപാട് ശക്തമായി പ്രകടിപ്പിക്കുക. ഒന്നുകിൽ ഞാൻ ജ്യേഷ്ഠനൊപ്പം വനം പോകും, അല്ലെങ്കിൽ അയോധ്യയുടെ സിംഹാസനം ഞാൻ പിടിച്ചെടുക്കുമെന്ന് ലക്ഷ്മണൻ പറയുന്നത് ശ്രദ്ധേയമാണ്. കണ്ടോ, അവിടെ ലക്ഷ്മണൻ എപ്പോഴും നിലപാടുകൾ ഇങ്ങനെ ചില ഉറച്ച തീരുമാനങ്ങളുള്ള ആളാണ്. ഇക്കാര്യത്തിൽ സീത ഇടപെടുകയും വികാരം കൊണ്ട് പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന അനുജനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ മൂവരും കാട്ടിലേക്ക് പുറപ്പെടുകയാണ്, ഇത് എൻ്റെ ആജ്ഞയായി കണക്കാക്കാം. കേട്ടോ, സീതയുടെ നിലപാടാണ്. ഞാൻ രാമനോടൊപ്പം സീതയും ലക്ഷ്മണനും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം സീതയാണ് നടക്കുന്നത്. രാമനോടൊപ്പം ലക്ഷ്മണൻ പോകാനൊരുങ്ങിയിട്ട് അതിനെ സമ്മതിക്കാതെ പ്രതിഷേധിച്ച് നിൽക്കുന്ന രാമൻ കേൾക്കെയാണ് സീത തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നതായി കാണാൻ പറ്റും. ഇനി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. യാത്രയ്ക്ക് എന്തെല്ലാമാണ് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. മിഥിലാധിപൻ്റെ യാഗത്തിൽ വരുണൻ സമ്മാനിച്ച ചാപങ്ങളും കവചങ്ങളും ഗുരുഗൃഹത്തിൽ നിന്ന് എടുക്കണം. യാത്രയ്ക്ക് മുമ്പായി ദാനകർമ്മങ്ങൾ യഥോചിതം നടക്കണം. അതുപോലെ തന്നെ ബ്രഹ്മചാരികൾക്ക് ബ്രാഹ്മണർക്ക് ഒരു ലോപവും കൂടാതെ സ്വർണ്ണരത്നങ്ങൾ നൽകണം. യാത്രയ്ക്ക് മുമ്പ് അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്നുള്ള പ്രഖ്യാപനമാണ് ഞാനത് കാണുന്നത്. അപ്പോൾ രാമാദികൾ യാത്രാസജ്ജമായി നിൽക്കുന്നിടത്തേക്ക് കൗസല്യ വരികയാണ്. നമ്മളിപ്പോൾ അല്പം മുമ്പ് ലക്ഷ്മണൻ്റെ കാര്യമാണ് പറഞ്ഞത്. കൗസല്യ വരുമ്പോൾ ലക്ഷ്മണൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ശ്രദ്ധേയമായൊരു ഡയലോഗാണ്. ഇത് അയോധ്യയുടെ കണ്ണീരാണ്. കൗസല്യ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്, രാമനോട് പറയുന്നത് അയോധ്യയുടെ കണ്ണീരാണ്. അങ്ങ് ഏത് വ്യവസ്ഥയുടെ പേരിൽ എന്തെല്ലാം ചെയ്താലും ഏത് കാട്ടിലൊളിച്ചാലും കാര്യമില്ല. രാജ്യലബ്ധി സ്വപ്നം പോലെ പൂവിടുകയും കൊഴുകയും ചെയ്ത ഒരു മാതാവിന് ആശ്വാസം പകരാൻ അങ്ങയുടെ വാക്കുകൾക്കാവുമോ, അതിന് പരിഹാരമുണ്ടാകുമോ എന്ന ചോദ്യം ലക്ഷ്മണൻ ഉതിർത്ത് കളഞ്ഞു. ആ ചോദ്യഭാഗം ഒന്ന്, ഈ കണ്ണീർ തുടയ്ക്കുക, അമ്മയുടെ ഈ അയോധ്യയുടെ കണ്ണീരാണിത്, ഈ കണ്ണീർ തുടയ്ക്കുക, അത് അങ്ങ് ഏത് കാട്ടിലൊളിച്ചാലും
അതിന് പ്രതിവിധി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് രാമൻ നല്ലൊരു മറുപടിയാണ് നൽകുന്നത്. ചേരാത്ത കിരീടമണിയാൻ എൻ്റെ അമ്മ ആഗ്രഹിക്കില്ല എന്നാണ് പറഞ്ഞത്. അമ്മയെ ബോധ്യമുള്ള ഒരു മകൻ്റെ അത്ര മനോഹരമായ ഒരു പ്രതികരണമാണ്. ചേരാത്ത കിരീടമണിയാൻ എൻ്റെ മാതാവ് ആഗ്രഹിക്കില്ല, അമ്മയെ പുകഴ്ത്തിക്കൊണ്ടാണ് രാമൻ ഇത് പറഞ്ഞത്. കാനനവാസം തനിക്ക് ക്ലേശമാകുമെന്ന് കരുതി കൊട്ടാരത്തിൽ സർവ്വമാന സൗകര്യങ്ങളിലും ജീവിക്കുന്ന ഒരു മകൻ വനവാസത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശതകൾ, കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ, താമസിക്കാൻ സൗകര്യക്കുറവ്, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ, വസ്ത്രങ്ങൾ അടക്കം, അതുപോലെ തന്നെയാണ് ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ മഹാവനമാണ്. അങ്ങനെയുള്ളിടത്തേക്ക് പോകുമ്പോൾ തൻ്റെ മകൻ അനുഭവിക്കാനിടയുള്ള വേദനയായിരിക്കാം തൻ്റെ മാതാവിനെ വേദനിപ്പിക്കുന്നത്. അതിന് മറുപടിയായി പറഞ്ഞു, അമ്മയ്ക്ക് അറിവുള്ളതാണല്ലോ, വിശ്വാമിത്രനോടൊപ്പവും വസിഷ്ഠനോടൊപ്പവും ചെറുപ്രായത്തിൽ ഞാൻ എത്രയോ തവണ വനവാസം സ്വീകരിച്ചിരിക്കുന്നു. അത് അമ്മയ്ക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഈ കണ്ണുകൾ ഇനി കണ്ണീർ പൊഴിക്കാനുള്ളതല്ല, ഞങ്ങൾക്കും ലോകത്തിനും വേണ്ടി അനുഗ്രഹം ചൊരിയുമ്പോൾ പ്രകാശിക്കാനുള്ളതാണ്. ഇതായിരുന്നു രാമന് ലക്ഷ്മണൻ നൽകിയ മറുപടി. അംഗം 3-നകത്തെ ഒരു ഭാഗം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്തു തരുന്നത്. അപ്പം ഈ ലക്കത്തിൽ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഭാഗം കൂടി ഇപ്പോൾ ഉണ്ടാവും. അതുകൂടെ നിങ്ങൾ കേട്ട അംഗം 3 തീർച്ചയായിട്ടും. പിന്നെ ഞാൻ എടുത്തു പറയാവുന്ന പോയിന്റ്, അംഗം 1ഉം അംഗം 3ഉം ഈ കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കുള്ളിൽ ആകെ ചോദിച്ചിരിക്കുന്നത് 6-7 തവണ മാത്രമാണ്. അതേസമയം അംഗം 2 12-13 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാകേതം എടുത്ത് എഴുതാൻ ആഗ്രഹിക്കുന്നവർ അംഗം 1നും അംഗം 3നും കൂടുതൽ പ്രാധാന്യം നൽകണം. അക്ഷര മലയാളത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും.